യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി. നോക്ക്, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവനാ. ആമീൻ. ഇന്ന് പകൽ ഇത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ, ഞാൻ പോകുന്ന യാത്രയില, എന്റെ ജോലിയില അങ്ങയുടെ കൃപ കൂടെ ഉണ്ടാ, അങ്ങയുടെ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ടാ. ആമീൻ, സ്തോത്രം. നമുക്ക് ദൈവത്തിന് മുറുകെ പിടിച്ച ഇന്ന് പകൽ എത്ര പേർക്ക് നടക്കുവാൻ കഴിയാ? എന്റെ യഹോവ എന്റെ കൂടെയുണ്ടാ, യഹോവ എന്റെ കൂടെയുണ്ടാ, എന്റെ പരിചയമായിരിക്കുമെന്ന് എത്ര പേർക്ക് ആമീൻ പറയുവാൻ കഴിയാ? ഇന്ന് പകൽ ആ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ. നമുക്ക് ആ വിശ്വസ്തത ആചരിച്ചെത്തിയ ദേശത്ത് പാർക്കാം. ആമീൻ, ഹല്ലേലൂയ. വിശ്വസ്തതയാണ് ദൈവം നോക്കുന്നത്. നമ്മൾ ഒരു കൂട്ടായ്മ എവിടെ നടത്തുന്നോ അവിടെ നമ്മളെ ആൾക്കാർ നോക്കും. വിശ്വസ്തനാണോ, നേരുള്ളവനാണോ, എങ്ങനെ ഉള്ളവനെന്ന് ആൾക്കാർ നോക്കുവാനിടയെ തരും. അപ്പോൾ ഇവിടെ വചനം പറയുന്നു, ദാവീദ് പറയുന്നു, വിശ്വസ്തത ആചരിച്ച ദേശത്ത് പാർത്ത് വിശ്വസിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരും. നോക്ക, 4-ാം വാക്യം പറയുന്നു, യഹോവയെ തന്നെ രസിച്ചു കൊള്ളുക. ഹല്ലേലൂയ. അവൻ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ സാധിച്ചു തരും. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് വിശ്വസ്തയെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ കാണുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. വാക്യം 3:5 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. പൂർണ്ണ ഹൃദയത്തോട് യഹോവയിൽ ആശ്രയിക്കാം. നമ്മുടെ വിവേകത്തിൽ എന്ത് ചെയ്യരുത്, സ്വന്തമായി നമ്മള് ഊന്നരുത്. ദൈവത്തിൽ ആശ്രയിച്ച നമ്മൾ ചുവട് വെച്ചാൽ അവിടെ ദൈവം നമ്മെ അനുഗ്രഹിക്കും. സ്തോത്രം. ഹല്ലേലൂയ. സദൃശവാക്യം 16:3 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. ഇന്ന് പകൽ ആ യഹോവയിൽ നമുക്ക് ആശ്രയിക്കാം. ഇന്ന് പകൽ ആ ദൈവത്തിൽ ആശ്രയിച്ച നമുക്ക് ദൈവത്തിലേക്ക് ആ പാദത്തെ പിന്തുടർന്ന് നമുക്ക് നടക്കുവാൻ ഇടയാകട്ടെ. അതുപോലെ ഉൽപ്പത്തി 26 സ്തോത്ര അതിന്റെ ഹല്ലേലൂയ. ഉൽപ്പത്തി 26 സ്തോത്ര. ഹല്ലേലൂയ. അതിന്റെ 1-2 വാക്യം. അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ക്ഷാമം ഉണ്ടായി. അപ്പോൾ ഇസ്ഹാക്ക് ഗെരാരിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിന്റെ അടുക്കൽ പോയി. യഹോവ അവന് പ്രത്യക്ഷനായി അരുളിച്ചെയ്തത് എന്തെന്നാൽ, നീ മിസ്രയീമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക, ഈ ദേശത്ത് താമസിക്ക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. അബ്രഹാമിന്റെ വാക്ക് കേട്ടെന്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചത് കൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും. യഹോവ അരുളി ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? വിശ്വസ്തത ആചരിച്ച ആ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്നവർക്ക് ആ നന്മകളെ ദൈവം കൊടുക്കുന്നു. ഇന്ന് പകൽ ആ ദൈവത്തിൽ ആശ്രയിപ്പാൻ നമുക്ക് ഒരു ദൈവം ഒരു കൃപ തരട്ടെ. നമുക്ക് ഇന്ന് പകൽ ആ ദൈവത്തെ പിന്തുടർന്ന് നടക്കുക. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമുക്കൊരു കൃപ തരട്ടെ. ഹല്ലേലൂയ. 4-ാം വാക്യം വായിക്കുമ്പോൾ യഹോവയെ തന്നെ രസിച്ചു കൊള്ളുക. സ്തോത്രം. നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ അവ സാധിപ്പിച്ചു തരും. ഇന്ന് എത്ര പേർക്ക് യഹോവയെ രസിച്ച് നടക്കുവാൻ കഴിയും? സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഒരുവൻ ഉണ്ടായിരുന്നു, ദാവീദ്. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും അറിയാം ആ ദാവീദ് ആ വനാന്തരത്തിൽ പോകുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. വനത്തിലേക്ക് ആടിനെ കൊണ്ട് പോകുമ്പോൾ അവന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഒരു കിന്നരം ഉണ്ടായിരുന്നു. ഞാൻ ചിന്തിച്ചു, ജോലിക്ക് പോകുമ്പോൾ നമ്മൾ വാഹനമായി പോകുമ്പോൾ എത്ര പേര് ബൈബിൾ എടുക്കാറുണ്ട്? ബൈബിളിന്റെ ആവശ്യമില്ല. വണ്ടിയുടെ കീയും മറ്റു പേഴ്സും ഒക്കെ സാധനങ്ങൾ എടുക്കാറുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ദാവീദ് വനത്തിൽ പോകുമ്പോൾ ഒരു വടിയോ വടിയെടുത്ത് അല്ലെങ്കിൽ ഒരു വെട്ടോത്തിയോ ഒരു എന്തെങ്കിലും മരം മുറിക്കുവാനോ എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ ഹല്ലേലൂയ അതിന് തകർക്കുവാനുള്ള കാര്യമല്ല എടുത്തത്. അവൻ കിന്നരം എടുക്കാനിടയായി തീർന്നു. ആ യഹോവയിൽ കിട്ടുന്ന സമയം യഹോവയെ രസിപ്പാൻ, യഹോവയിൽ ആശ്രയിപ്പാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകരം ആ യഹോവയിൽ നമുക്ക് എത്ര പേർക്ക് രസിക്കുവാൻ കഴിയാം? സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഓഫീസ്
ഓഫീസിൽ പോകുമ്പോൾ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ എത്ര പേര് ബൈബിൾ കൊണ്ടുപോകും? കിട്ടുന്ന സമയം ഒന്ന് വായിക്കുവാൻ. സ്തോത്ര ഹല്ലേലൂയ. നിങ്ങൾ കരം പൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. സ്തോത്ര ഹല്ലേലൂയ. സ്തോത്ര. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദൈവാസത്തിനെ പ്രസംഗിക്കല്ലേ നിങ്ങൾ കൊണ്ടുപോകുന്നോ? ഞാൻ കൊണ്ടുപോയിട്ട് കാര്യമില്ല. സ്തോത്രം എന്ന് പറഞ്ഞാൽ വായിക്കാൻ അറിയത്തില്ല. അതിന് പകരം ഫോണില കിട്ടുന്ന സമയം വചനം കേൾക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് യഹോവയെ രസിച്ചാൽ അവന്റെ മഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ. നിന്നെ തകർക്കുവാൻ വരുന്ന ശത്രുവിനെ ഹല്ലേലൂയ നിന്റെ പാദപീഠത്തിലാക്കി തരാം. 1 ശമൂവേൽ 17 അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയാം. സ്തോത്ര. കുന്നിച്ചരിവില ഹല്ലേലൂയ അപ്പുറവും ഇപ്പുറവും നിന്ന് ഫെലിസ്ത്യർ വെല്ലുവിളിക്കുമ്പോൾ സ്തോത്ര ഹല്ലേലൂയ ജനം അവിടെ 2 തീരെ ഭയപ്പെട്ടു എന്ന് കാണുവാൻ കഴിയും. സ്തോത്ര ഹല്ലേലൂയ. അനന്തരം ഫെലിസ്ത്യർ സൈന്യങ്ങളെ യുദ്ധത്തിന് ഒന്നിച്ചു കൂട്ടി. അവർ യഹൂദയ്ക്കുള്ള സോഖോവിൽ ഒരുമിച്ച് കൂടി. സോഖോവിനും ഹസേക്കും മധ്യേ ഏഫസ്ദമ്മീമിൽ പാളയമിറങ്ങി. ശൗലും ഇസ്രായേലും ഒന്നിച്ചുകൂടി ഏലാത്താഴ്വരയിൽ പാളയമിറങ്ങി ഫെലിസ്ത്യരോട് പടയ്ക്ക് അണിനിരത്തി. അവിടെ നമുക്ക് വായിക്കുമ്പോഴൊക്കെ കാണുവാൻ കഴിയും. അവിടെ ആ ദേശത്ത് വെല്ലുവിളിച്ചുകൊണ്ട് ഗോലിയാത്ത് നിൽക്കുക. എല്ലാവരും ഭയപ്പെട്ടു. സ്തോത്ര ഹല്ലേലൂയ. ദാവീദിന്റെ ചേട്ടന്മാർ വരുമ്പോൾ അവർ ഹല്ലേലൂയ